ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. കേട്ട3 നാച്ചുറൽ സയൻസിന്റെ എക്സാം ഈ വരുന്ന ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കുക. ഇനി അധികം ദിവസങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ ഇതിനുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഈ ഒരു എക്സാം എഴുതുന്നതിനായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഗ്രി വിത്ത് BEd ആണ്. അത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് BEd ഉണ്ട്, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് BEd ആണെങ്കിലും നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതുന്നതിനായിട്ട് ഏജ് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ടോട്ടൽ 150 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. അപ്പൊ അടുത്ത HSA നമ്മൾ നോട്ടിഫിക്കേഷൻ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന HSA എന്നുള്ള നോട്ടിഫിക്കേഷൻ നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിൽ. ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. കേട്ട3 മാക്സിമം ഈ ഒരു എക്സാമിൽ തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന HSA നമുക്ക് എഴുതാനായിട്ട് സാധിക്കൂ. അപ്പോൾ എല്ലാവരും ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത HSAക്ക് വേണ്ടി നിങ്ങൾ നേരത്തെ പഠനം ആരംഭിക്കണം. അതിനുവേണ്ടി കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു ചാൻസ് അടുത്ത എക്സാം തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷന്റെ കാര്യവും ടോട്ടൽ മാർക്കിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത് നമുക്കറിയാം അല്ലെ. 2.5 മണിക്കൂറാണ് എക്സാമിനുള്ളത്. ഇതിൽ ടോട്ടൽ 150 മാർക്കിൽ 40 മാർക്ക് വരുന്നത് അഡോളസെന്റ് സൈക്കോളജി, അതുപോലെ തിയറീസ് ഓഫ് ലേണിംഗ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അഡോളസെന്റ് സൈക്കോളജിയിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ തിയറീസ് ഓഫ് ലേണിംഗിൽ നിന്നും 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 15 മാർക്കിനുള്ള ചോദ്യങ്ങളും, അങ്ങനെ ടോട്ടൽ 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്നും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ BEdന് പഠിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ BEdന്റെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. പിന്നീട് വരുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തമിഴ്, ഇതിലേത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാറിപ്പോകരുത്. അങ്ങനെ പല സ്റ്റുഡൻസിനും നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാംഗ്വേജിൽ നിന്നും 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നീട് വരുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. നാച്ചുറൽ സയൻസ് എക്സാം എഴുതുന്നവർക്ക് സബ്ജക്റ്റിൽ കോർ സബ്ജക്റ്റിൽ വരിക ബോട്ടണി, സുവോളജി ആണ്. ടോട്ടൽ ഇത് 80 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണെന്നും നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിൽ ടോട്ടൽ 80 മാർക്ക്, സബ്ജക്റ്റിൽ നിന്നും ടോട്ടൽ 80 മാർക്കിൽ 25 മാർക്കിനുള്ള ചോദ്യങ്ങൾ ബോട്ടണിയിൽ നിന്നും, 25 മാർക്കിനുള്ള ചോദ്യങ്ങൾ സുവോളജിയിൽ നിന്നും, അതുപോലെ തന്നെ 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ പെഡഗോഗിക് പോർഷൻസും ആയിരിക്കും. നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധമുള്ള, അതായത് നമ്മുടെ കോർ സബ്ജക്റ്റുമായിട്ട് വരുന്ന പെഡഗോഗിക് പോർഷൻസിൽ നിന്നും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എക്സാം എഴുതുന്നതിന് മുന്നേ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ നമ്മൾ ഏത് ഭാഗമാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ നമ്മൾ കോർ സബ്ജക്റ്റ് നമ്മൾ കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ് പലരും റെഫർ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ റെഫർ ചെയ്ത് പോയാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു സംശയവും വേണ്ട. അങ്ങനെ നിങ്ങൾ റെഫർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, +1, +2 ബയോളജിയുടെ അതേ ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കണം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹയർ സെക്കൻഡറി ലെവലിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിലബസിൽ ആ ഒരു ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ ഇത് വീണ്ടും പറയാനുള്ള കാരണം, ഇത് പല വീഡിയോകളിലും ഒക്കെ ആയിട്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടത്. ഒരിക്കലും അല്ല. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകരുത്. +1, +2 ആണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ സിലബസിലുള്ളത്. അപ്പൊ അതിൽ വരുന്ന ഓരോ ചാപ്റ്റേഴ്സിന്റെ പേര് പോലും അതുപോലെ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ +1, +2 ബയോളജി ആണ്, നിങ്ങൾ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ മാക്സിമം PYQ നിങ്ങൾ ചെയ്തു പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടി മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്യാം.
അതിൽ ആൻസർ ചെയ്ത് പോവാം. ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആൻസർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലെ പാസ് മാർക്കിന്റെ കാര്യം ഒന്ന് പറയാം. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 90 മാർക്സ് ആണ് പാസ് മാർക്കായിട്ട് വരുന്നത്. അതുപോലെ തന്നെ SC, ST അതുപോലെ PH ആൻഡ് വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 82 മാർക്കാണ് പാസ് മാർക്കായിട്ട് വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വയ്ക്കുക. കൃത്യമായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വരാനിരിക്കുന്ന HSA നാച്ചുറൽ സയൻസ് എക്സാം എന്നുള്ള ആ ഒരു വലിയ അവസരം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാറ്റഗറി 3 ഇത്തവണ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ശ്രമിച്ചാൽ മാത്രം പോരാ, നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത HSA എന്നുള്ള ആ ഒരു എക്സാമിൽ എഴുതാനായിട്ട് സാധിക്കൂ. കേട്ടറ്റ് 3 നാച്ചുറൽ സയൻസിന്റെ ഓൺലൈൻ കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും PDF നോട്ട്സും ടെസ്റ്റ് സീരീസും PYQ ഡിസ്കഷനും ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ പേയ്മെന്റോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്